ഓക്കെ, ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ? എന്റെ സൗണ്ട് വീഡിയോ ക്ലിയർ ആണോ? സൗണ്ട് കേൾക്കാവോ? എന്റെ സൗണ്ട് അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ സൗണ്ട് ക്ലിയർ ആണെന്നൊക്കെ പറയുന്നു, കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അസ്ന, അമൃത, ഓക്കെ, ശില്പ, സച്ചി. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. റെഗുലർ ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ബാച്ച് ഉള്ളവര്, നമ്മളിത് ഫസ്റ്റ് ബാച്ചിനെ ഉദ്ദേശിച്ചല്ല ഇത് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ബാച്ച് ഉള്ളവരെ ഉദ്ദേശിച്ചല്ല ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബാച്ചിലുള്ള കുറച്ച് പേരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, എന്താണ് FSO, ഒരു ഫ്രഷർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ പ്രോഗ്രാമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. മൺഡേ ടു ഫ്രൈഡേ ആണ് നമുക്ക് ക്ലാസ്സിൽ ഉണ്ടാകുക. മൺഡേ ടു ഫ്രൈഡേ 8 to 9 എന്നുള്ളതാണ്. 8 മണി മുതൽ 9 മണി വരെയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സിൽ ഉണ്ടാകുക. ഓക്കെ, അതായത് ഫസ്റ്റ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ, അതായത് 1.5 ആഴ്ച മുന്നെയാണ് ആരംഭിച്ചത്. ഒരു 10 ദിവസമായി. അപ്പൊ അതിൽ നമുക്ക് ഏതാണ്ട് 300 അടുപ്പിച്ച് കുട്ടികൾ, അറൌണ്ട് 300 സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കുട്ടികൾക്ക് നമ്മൾ റെഗുലർ ആയിട്ട് ഇപ്പൊ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അതായത് 8 മണി മുതൽ 9 മണി വരെ വിവിധ ടീച്ചേഴ്സ്, ആര്യ മാഡം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിമ്മി മാഡം, സുഹേല മാഡം, സിദ്ധാർത്ഥ് സാറ്, പിന്നെ നമ്മുടെ ഇവിടെ PSC ടോക്സിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള അശ്വിൻ സാറ്, ഇവരൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന, അതുപോലെ തന്നെ മെഡിക്കോൾസിൽ നിന്ന് ഡോക്ടർ ഷമീർ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ക്ലാസ്സുകളുണ്ട്. സാറ്റർഡേ നമ്മൾ ടെസ്റ്റ് ആണ്, മോക്ക് ടെസ്റ്റ് ആണ്. സാറ്റർഡേ ഉള്ള മോക്ക് ടെസ്റ്റ്, അതായത് ഞാൻ ഉള്ളവരോടാണ് പറയുന്നത്, ബാച്ച് 1 സാറ്റർഡേ മോക്ക് ടെസ്റ്റ് ഈ ഒരു കുറച്ച് സമയത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അത് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ന്യൂ കമേഴ്സ്, പുതുതായിട്ട് വന്നവർ, അതായത് ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് അറിഞ്ഞു, എന്താണെന്ന് അറിയില്ല, അവരെ കുറിച്ച് മാത്രമാണ്, അവരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ആദ്യം അത് പറഞ്ഞുകൊള്ളട്ടെ. കാരണം അങ്ങനെ വന്നവർ ഒന്ന് പറഞ്ഞേ, അതായത് ആദ്യമായിട്ട് പുതുതായിട്ട് വന്നവർ ഒന്ന് ജസ്റ്റ് യെസ് എന്ന് പറയേ. അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് ഫുഡ് സേഫ്റ്റി എന്നുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത് റിപ്പീറ്റേഷൻ ആവും. ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ PSC ടോക്സിന്റെ പ്രോഗ്രാം ഫസ്റ്റ് ടൈം ആയിട്ട് പങ്കെടുക്കുന്നത്. ഓക്കെ, മിലിൻ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, സ്വാഗതം. അഞ്ജലി ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ ഓക്കെ, അർച്ചന, നവനീത, ഓക്കെ, അശ്വതി, അഞ്ജലി, അർച്ചന, അമൃത, ഓക്കെ, കുറെ പേരുണ്ട്. ഓക്കെ, മറിയം, ശ്രീ, ജാം, ജെയിം, മരിയ, കൃപ, ഓക്കെ, അർച്ചന. അപ്പൊ നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പ്രോഗ്രാം. ഓക്കെ, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പ്രോഗ്രാം. കുറെ പേരുണ്ട്, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പ്രോഗ്രാം. അപ്പൊ ഞാൻ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ആരെങ്കിലും നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാം. കാരണം നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളും ഓർഡിനേഷനും ഒക്കെ തന്നതാണ്. അവരിതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ പങ്കെടുത്ത സാർ ഇത് റിപ്പീറ്റേഷൻ ആണല്ലോ എന്ന് ചോദിക്കരുത്. കാരണം നമ്മള് നിങ്ങളോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് സിലബസ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുറച്ച് സമയം എടുക്കുന്ന, അധികം വലിയ അലങ്കാരം ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് സമയം എടുത്ത് നമുക്ക് ഓൾറെഡി ഉള്ള സിലബസ്, അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം ഓക്കെ, ഫസ്റ്റ് ബാച്ച് കുറച്ചായതിനു ശേഷം, ഓക്കെ, യൂസർ ഐഫോൺ ഫസ്റ്റ് ബാച്ച് കുറച്ചായതിനു ശേഷം, ഓക്കെ, ഇവിടെ ഫസ്റ്റ് ബാച്ചിലുള്ളവർ ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇരിക്കാം. ഓക്കെ, ഇത്രമാത്രം നമ്മൾ ഇന്ററാക്റ്റീവ് സെഷൻ മാത്രമാണ് ഇവിടെ. നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് ഒരു 10-15 മിനിറ്റ്സ് നമ്മളൊരു ഇന്ററാക്ഷൻ നടത്തും. എന്താണ് ഇതിന്റെ ഒരു പ്രോഗ്രാം, എന്താണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഒരു കാര്യം ഞാൻ പറയും. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് അശ്വിൻ സാറ്, അദ്ദേഹം
ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ലോസ്, ഫുഡ് സേഫ്റ്റി അദ്ദേഹമാണ് എടുക്കുക. ആ ലോസ്, ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് ബേസിക് ആയിട്ട് ഒരു സിലബസ് ഓർഡിനേഷൻ എന്നാണ്. ഇത് മാത്രമേ ഉള്ളൂ. മേ ബി ഹാഫ് അവർ, ഒരു 9 മണി 9:15 മാക്സിമം നിർത്തും. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നും നാളെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്തത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ, ആദ്യമായിട്ട് വന്നവർക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കോമൺ ആയിട്ട് PC ടോക്സിനെ കുറിച്ചോ മറ്റുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഈ ആദ്യമായിട്ട് വന്നവർ എന്ന് പറഞ്ഞോട്ടെ, അവർ അപ്ലൈ ചെയ്തിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓക്കെ, അമൃത, ഞാനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഓക്കെ, അമൃത ചോദിച്ച ചോദ്യങ്ങൾക്ക് തരാം. ഓക്കെ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്ലൈ ചെയ്ത് അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു എങ്കിൽ പോലും ഇത് പൂരാൻ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം 2020 എക്സാം നടന്നപ്പോൾ ഏതാണ്ട് 30,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്ര തന്നെ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കാരണം കേരള PSC അതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത്ര തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. സിലബസ് ഒന്ന് കാണിക്കാം. ഇനി സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾ ചോദിച്ച പോലെ, സച്ചിയാണ് ചോദിച്ചത്, സിലബസ് വന്നോന്നുള്ളത്. ഇല്ല, സിലബസ് വന്നിട്ടില്ല. ഓക്കെ, കാരണം ഈ ഒരു പ്രോസസ്, എക്സാം പ്രോസസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. കേരള PSC March 1, അതായത് ഈ കഴിഞ്ഞ March 1 നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടത്. ആ നോട്ടിഫിക്കേഷനിലാണ് കറക്റ്റ് ആയിട്ട് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഇതിന്റെ മറ്റു വിവരങ്ങൾ അവർ പറഞ്ഞിരുന്നത്. ഇനി April 3 ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. എന്നാണ് സിലബസ് വരിക എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ അവർ വിളിക്കും. കൺഫർമേഷൻ ഇനി അടുത്തൊരു പ്രോസസ്സാണ്. കേരള PSC ആദ്യമായിട്ട് എഴുതുന്ന കുറേയധികം ആളുകളുണ്ടാവും. കാരണം ഫുഡ് സേഫ്റ്റി ഓഫീസർ എഴുതുന്നത് ഞാൻ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ച് നമ്മുടെ കോഴ്സിലുള്ളതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ആയുർവേദ, ഹോമിയോ ഡോക്ടേഴ്സ്, BDS ഡോക്ടേഴ്സ്, അതുപോലെ ഫുഡ് ടെക്നോളജി, ഡാറ്റ ടെക്നോളജി ബന്ധമുള്ളവരാണ്. ആ ടെക്നിക്കൽ ഫീൽഡായിട്ട് ബന്ധമുള്ളവരാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും കേരള PSC ഒക്കെ ജനറൽ ആയിട്ടുള്ള കേരള PSC സ്ഥിരമായിട്ട് എഴുതുന്ന ആളുകളൊന്നല്ല. വല്ലപ്പോഴൊക്കെ അവരുടേതായ എക്സാമ്പിളുണ്ട്. ഇപ്പൊ ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറോ ഒക്കെ എഴുതുന്നവരായിരിക്കാം. അതുപോലെ തന്നെ BDS ഡോക്ടേഴ്സിന്റെ എക്സാം ഉണ്ട്, അത് എഴുതുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി കോഴ്സിന് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിളിക്കാറുണ്ട്, കുറച്ചേ വിളിക്കാറുള്ളൂ. അതൊക്കെ എഴുതുന്നവരാണ്. പക്ഷേ ഈ എക്സാംസിന്റെ പ്രത്യേകത എന്താണ്? 5-6 വർഷം കൂടുമ്പോൾ ഈ എക്സാം നടക്കുകയുള്ളൂ ടെക്നിക്കൽ. അതുകൊണ്ട് തന്നെ കേരള PSC രീതികളെ കുറിച്ച് ഇവർക്ക് ഇങ്ങനെയുള്ളവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. പക്ഷെ ഇതിപ്പോ ഞാനാണെങ്കിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കേരള PSCയുടെ ഇൻ ആൻഡ് ഔട്ട് എനിക്കറിയാം, വന്ന മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ. അത് പറയുമ്പോൾ കേരള PSCയുടെ ഇൻ ആൻഡ് ഔട്ട് പരീക്ഷയെ കുറിച്ച് മാത്രമല്ല, പരീക്ഷ ഒരു 12ഓളം റാങ്ക് ലിസ്റ്റുകളിൽ ഒരു ടോപ്പർ ആകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ അപ്പോയിന്റ്മെന്റ് വന്നു നിൽക്കുന്ന SPCAD, അതുപോലെ തന്നെ സെക്രട്ടറി, അത് ഞാൻ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതെന്തായാലും ആട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് കേരള PSCയുടെ ഒരു പൊതുവിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി കൺഫർമേഷൻ വരണം. കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ എക്സാമിന് 2 മാസം മുന്നെയാണ് കൺഫർമേഷൻ വരിക. ഈ കൺഫർമേഷൻ കൊടുക്കുക, അതായത് നിങ്ങൾ ഈ എക്സാം എഴുതും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ഇന്ന ഡേറ്റ്, ആ സമയത്ത് കേരള PSC പറയും ഇന്ന ഡേറ്റിൽ എക്സാം നടക്കും, ആ എക്സാം എഴുതാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ആ സമയത്താണ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് എക്സാം എഴുതിയിരിക്കണം. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5 വട്ടം എക്സാം എഴുതാണ്ടിരുന്ന, കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം എക്സാം എഴുതാൻ നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആവും. അത് എക്സാം എഴുതിയിരിക്കണം. ആ സമയത്താണ് കേരള PSC എക്സാം ഡേറ്റ് പ്രഖ്യാപിക്കുക, ഒപ്പം തന്നെ സിലബസും പുറത്തുവിടുക. ഇപ്പൊ നിലവിൽ എന്ത് ബേസിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ചോദ്യം വരാം. ഓക്കെ, അങ്ങനെയെങ്കിൽ സാർ കൺഫർമേഷൻ വന്നിട്ട് അങ്ങ് പഠിച്ചാൽ പോരെ? അതെ, കൺഫർമേഷൻ വന്നിട്ട് പഠിച്ച് ഇതാരും നേടിയിട്ടില്ല. കാരണം വെച്ചാൽ കൺഫർമേഷൻ വന്നിട്ട് എത്ര മാസം? 2 മാസമേ ഉള്ളൂ. ആ 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല ഇതിന്റെ. ഇതിന്റെ മുന്നേ 2 വട്ടം മാത്രമേ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ നടന്നിട്ടുള്ളൂ. അതൊന്ന് 2015-ലും മറ്റൊന്ന് 2020-ലാണ്. ഈ 2 വട്ടവും സിലബസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ മാറ്റങ്ങൾ ഏതിൽ മാത്രമാണ് വന്നത്? നോൺ ടെക്നിക്കൽ ഏരിയയിൽ മാത്രമാണ് വന്നത്. ടെക്നിക്കൽ ഏരിയയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഓരോ വട്ടവും ടെക്നിക്കൽ ഏരിയയിൽ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. ഉദാഹരണം പറഞ്ഞാൽ 2015 ആ ഒരു സമയത്ത് വന്ന സിലബസ് ഞാൻ ഒന്ന് കാണിക്കാം. അതില് സ്ക്രീൻഷോട്ട് കാണിക്കാം. അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റിനൈസൻസ്, കേരള നവോത്ഥാനൊക്കെ ഉണ്ടായിരുന്നു. അതായത് നോൺ ടെക്നിക്കൽ ഏരിയസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 2020 പരീക്ഷയിൽ അങ്ങനെ ഒരു നോൺ ടെക്നിക്കൽ ഏരിയയുടെ ഇമ്പോർട്ടൻസ് വീണ്ടും കുറഞ്ഞു. ഇനി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന, ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, അതായത് ഈ 2024 ഈ വർഷം എക്സാം നടക്കുമ്പോൾ
നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഈ ഒരു സിലബസിൽ പൂർണ്ണമായിട്ടും ടെക്നിക്കൽ ആകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. പൂർണ്ണമായിട്ട് ടെക്നിക്കൽ, അതായത് ഒരു 6ഓളം ഏരിയാസ് ഉണ്ട്. ആ ഏരിയ മാത്രമായിട്ട് അത് മാറും. ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, അതുപോലെ വെറ്റിനറി സയൻസ് എന്ന് പറഞ്ഞ് ഒരു 6ഓളം ടെക്നിക്കൽ ഏരിയാസ് അത് മാത്രമായിട്ട് മാറും. ഇതിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 2021 സിലബസിലുള്ള 2020 സിലബസിലുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഇല്ലാതാകും, ഇംഗ്ലീഷ് ഇല്ലാതാകും, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാകും. ഇത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ 10 മാർക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങും. 90 മാർക്ക് ഏത് തന്നെയാ മാറും? ടെക്നിക്കലായിട്ട് മാറും. അപ്പൊ അത് നിങ്ങൾ മുന്നിൽ കാണണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ കഴിഞ്ഞ ഈ ഒരു ഇടയ്ക്ക് കേരള PSC നടത്തിയ പരീക്ഷകൾ ഭൂരിഭാഗം, പ്രത്യേകിച്ച് സയന്റിഫിക് ഓഫീസർ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥ് സാർ സയന്റിഫിക് ഓഫീസർ എക്സാമിൽ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ അവിടെ തന്നെ സർവീസ് എൻട്രി. ഇങ്ങനെ ഈ സയന്റിഫിക് ഓഫീസർ ഇതിന്റെ മുന്നേ നടന്ന മറ്റ് കോളേജ് പ്രൊഫസർ ടെക്നിക്കൽ എക്സാം മുഴുവൻ അത് നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡിലുള്ളവരാണ്. ആയുർവേദ ഡോക്ടേഴ്സും അതുപോലെ BDS ഡോക്ടേഴ്സും ഹോമിയോ ഡോക്ടേഴ്സും അല്ലെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ ഒന്നില്ലെങ്കിലും കെമിസ്ട്രി അല്ലെ ബയോ കെമിസ്ട്രി ബിരുദമുള്ളവരാണ്. അപ്പൊ അങ്ങനെ അതായത് നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവർ, നിങ്ങൾ അതേ നിങ്ങളുടേതായ ടെക്നിക്കൽ ഫീൽഡ് എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ടെക്നിക്കൽ പേപ്പേഴ്സ് എടുത്ത് നോക്കുക. കേരള PSC അതിൽ നോൺ ടെക്നിക്കൽ ഏരിയസ് കംപ്ലീറ്റ് അവോയ്ഡ് ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഏരിയാസിൽ ഇമ്പോർട്ടൻസ് ആണ്. ഈ ടെക്നിക്കൽ ഏരിയാസിൽ സിലബസിൽ യാതൊരു മാറ്റം വന്നിട്ടില്ല. അതായത് 2015 സിലബസ് ആണെങ്കിലും 2020 സിലബസ് ആണെങ്കിലും ടെക്നിക്കൽ ഏരിയാസിൽ സിലബസ് അത് തന്നെയാണ്. കാരണം ടെക്നിക്കൽ സിലബസിൽ എന്ത് മാറ്റം വരുത്താനാണ്? അത് സ്റ്റാറ്റിക് ആണ്. മാറ്റം വരികയാണെങ്കിൽ നോൺ ടെക്നിക്കൽ അതിൽ കറണ്ട് അഫയേഴ്സ് മാറ്റം വരാം, അതിൽ ജോഗ്രഫിയിൽ മാറ്റം വരാം, അതിലെ ഏതെങ്കിലുമൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരാം. ഓക്കെ, സോറി. ഓക്കെ, കേൾക്കാൻ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ ടെക്നിക്കൽ ഏരിയാസിലെ മാറ്റം വന്നാലും ടെക്നിക്കൽ ഏരിയാസിൽ യാതൊരുവിധ മാറ്റവും വരാൻ സാധ്യത. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് ഞാൻ കാര്യങ്ങളൊന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ ഫുഡ് സേഫ്റ്റി നിയമം അല്ലെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി ആക്ട്, ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വന്നെന്ന് നിങ്ങൾ ഓർത്തു നോക്കാം. 2006 FSSAI ആക്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ FSSAI എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനും എല്ലാ സംസ്ഥാനത്തും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വേണമെന്ന് ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അത് പ്രകാരം കേരളത്തിലുണ്ട്, കേരളത്തിന് മുന്നേ തന്നെ ഉത്തർപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലാണ്, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഗൈഡുകളും ബുക്കുകളും സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ വരുന്ന നോർത്ത് ഇന്ത്യൻ ബുക്സ് ആയിരിക്കും. ഒരു ജെയിൻ പബ്ലിക്കേഷൻസിലൊക്കെ ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസിലെ ബുക്കുകൾ, ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് UP PSCയിലുള്ള ആളുകളും മഹാരാഷ്ട്ര PSC ഉള്ള ആളുകളും ആന്ധ്രാപ്രദേശ് PSC ഉള്ള ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ PSCകളും ഫുഡ് സേഫ്റ്റി ഓഫീസറുള്ള പരീക്ഷ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കേരള PSC നടത്തുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സെൻട്രൽ ലെവൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ ആ ബുക്കിന്റെ കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഗൈഡുകളല്ല അവിടെ പഠിക്കേണ്ടത്. ഏത് ബുക്കുകളാണ് പഠിക്കേണ്ടതെന്ന് കൂടെ ഞാൻ അവിടെ പറയണം. ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. കാരണം ഗൈഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് കേരള PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് കേരള PSC മനസ്സിലാക്കിയവർക്ക് അറിയാം. കേരള PSC ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. 2019 കേരള PSC KS നടപ്പാക്കുന്നത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നത്. പിന്നെ KSന് ശേഷം കേരള PSCയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷ ഇതിൽ എഴുതുന്ന കുറച്ചുണ്ടാവും അല്ലെ, ഈ പറയുന്നതിനൊക്കെ. അപ്പൊ നമ്മളിപ്പോ അതിന്റെ ക്ലാസ് കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത് എത്ര വരെ അതിന്റെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇതിലേക്ക് വന്നു. അപ്പൊ അതിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ചേഞ്ച് ഉണ്ട്. അതിൽ കൂടുതൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ഇൻഡെപ്ത് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കേരള PSC മാറിക്കഴിഞ്ഞു. കേരള PSC UPSC ലെവലിലേക്കൊക്കെ വരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ്, ആയിട്ട് ഞാൻ പറയുന്നില്ല, അതിനുള്ള ശ്രമം നടത്തുകയാണ്. ഓക്കെ ഓക്കെ, ദീപ്തി പറയുന്നു എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ സെറ്റിംഗ് ടീം മാറി. KS വന്നതോടുകൂടി ഒരു UPSC പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ സെറ്റിംഗ് ടീമാണ് ഇപ്പൊ കേരള PSCയുടെ മുഴുവൻ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, കേരള PSC പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ ആണെങ്കിൽ പോലും ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. ഈ 2019 മുന്നേ കേരള PSC പഠിക്കാനുണ്ടായിരുന്ന കേരള PSCയുടെ ബൈബിൾ എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? റാങ്ക് ഫയൽ ആണ്. ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു വലിയ 10,000 പേജുള്ള റാങ്ക് ഫയൽ അങ്ങ് വാങ്ങുക, അതിന് ഒരു കവർ ടു കവർ അങ്ങ് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് സർക്കാർ ജോലി. നിങ്ങൾ ഓർത്ത് നോക്കുക, 2019 2020 മുന്നേ, കൊറോണയ്ക്ക് മുന്നേ ഒക്കെ എങ്ങനെയുള്ളവരാണ്, ഞാൻ അവരെ മോശക്കാരാക്കുന്നില്ല, എങ്ങനെയാണ് ആളുകൾ സർക്കാർ ജോലി കിട്ടിയിരുന്നത്? മക്കപ്പ് ചെയ്യുക, വൺ വേർഡ് ഗൈഡുകൾ മക്കപ്പ് ചെയ്യുക. അങ്ങനെ ഗൈഡുകൾ, അതായത് ഗൈഡ് റാങ്ക് ഫയൽ ബാക്ക് ടു ബാക്ക് മക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ചോദ്യങ്ങൾ വരുന്നു. അതിന് എത്ര എഴുതുന്നു? ആഹാ, വൺ വേർഡ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ 2016
ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതായത് നിങ്ങളെപ്പോലുള്ള നല്ല ക്വാളിഫൈഡ് ആയുള്ള ആളുകൾ എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഫോറസ്റ്റ് ഓഫീസർ. ആ ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് ഇതിങ്ങനെയാണ്, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് ക്ലാസ്സിലൊക്കെ ചിരിക്കാറുണ്ട് കേരള ഓഫീസറുടെ മാറ്റങ്ങൾ. രണ്ടാം വട്ടമേശ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധി ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി. അങ്ങനെ പോയ ഗാന്ധി അദ്ദേഹത്തിനൊപ്പം ഒരു ആടിനെ കൂട്ടി, ഒരു ആട്, അതായത് ഗോട്ട്. ഓക്കെ, ഈ ആടിനെ കൂട്ടിയപ്പോൾ ഈ ആടിന്റെ പേരെന്ത് എന്നുള്ളതാണ് അന്ന് ചോദിച്ചത്. 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലൊരു പേര് ഇതായിരുന്നു, നിർമ്മല എന്നുള്ളതായിരുന്നു. അതായത് അത്രത്തോളം ഫാക്ച്വൽ ആയിരുന്നു കേരള പി എസ് സി. 2014 ചോദിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ വേണേ കാണിച്ചു തരാം. ഓക്കെ, 2014 അത്രത്തോളം ഫാക്ച്വൽ ആയിരുന്നു. 2018 ചോദിച്ചത് വളരെ രസകരമായിട്ടുള്ള രസകരം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ് കേരള പി എസ് സി അപ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിക്കുന്നുണ്ട്. ആ ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ നിറമെന്ത്? അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയ വർഷം ഒന്നല്ല, അദ്ദേഹം ആ സമയത്ത് ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ നിറമെന്ത്? അങ്ങനെ ആടിന്റെ പേരെന്ത്, വസ്ത്രത്തിന്റെ നിറമെന്ത്, ഇതൊക്കെയാണ് 2019 മുന്നേ കേരള പി എസ് സി. പക്ഷേ 2019 ശേഷം കാര്യം അപ്പോഴേ അങ്ങ് മാറിപ്പോയി. നിങ്ങൾ ഇനി വെറുതെ ഒന്ന് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. ടോട്ടലി കേരള പി എസ് സി ഡിഗ്രി ലെവൽ, അതായത് ഗസറ്റഡ് റാങ്കിലേക്കുള്ള പേപ്പറുകളിൽ ടോട്ടൽ ചേഞ്ച് നമുക്ക് കാണാം. ആ ടോട്ടൽ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും റാങ്ക് പേര് പഠിക്കുന്നവരെന്താണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് പഠിക്കേണ്ടത്? അവിടെ പഠിക്കേണ്ടത് ശരിക്കുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയാണെങ്കിൽ ലക്ഷ്മികാന്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഈ ചരിത്രം, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ NCERT ഉണ്ട്. അതാണ് വായിക്കേണ്ടത്, റാങ്ക് ഫയലുകളല്ല. ഞാൻ എന്തായാലും ഫുഡ് സേഫ്റ്റി ഓഫീസറെ കുറിച്ച് ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഉടനെ തന്നെ എന്നാ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉടനെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി ഒരു ഗൈഡിങ് ഓർഡർ ചെയ്യല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ടെക്നോളജിയുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ട്, അത് വായിക്കാം. സമയമുണ്ടല്ലോ, ഉടനെ ഇപ്പൊ നാളെ രാവിലെ എക്സാം ഇല്ലല്ലോ, 6 മാസം ഇല്ലേ. ഫുഡ് ടെക്നോളജി PJ ഫിലോസഫിയുടെ ബുക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് വായിക്കാം. അതുപോലെ തന്നെ ഡയറി ടെക്നോളജി സുകുമാർ ഡേയുടെ ബുക്ക് ഉണ്ട്, സിലബസ് അനുസരിച്ച് അത് വായിക്കാം. അത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നിർബന്ധമായും വായിക്കണം. അതല്ലാതെ ഒരു റാങ്ക് ഫയൽ പോലെ ഒരു ഗൈഡ് വാങ്ങി അത് കാണാപ്പാതെ പഠിച്ച് ഇത് ജയിക്കാമെന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിച്ചോളൂ. നിങ്ങൾക്കുള്ള എല്ലാ കേരള പി സി എന്നുള്ളത് ഞാൻ ആ ഒരു സത്യം പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കത് നേടാൻ പറ്റും, നിങ്ങൾക്ക് ഇത് കിട്ടാവുന്നേ ഉള്ളൂ. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. യു ആർ അറ്റ് ദ റൈറ്റ് ടൈം. നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങണം. തുടങ്ങുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചാണ് നിങ്ങൾ തുടങ്ങാൻ. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഏതെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ ഫുഡ് ടെക്നോളജി PJ ഫിലോസ് ആവാം, അതുപോലെ തന്നെ ബയോ കെമിസ്ട്രിക്കാണ് ഫെനിമ എന്നുള്ള കൃതിയാവാം, ബുക്കാവാം. അതുപോലെ ഡയറി ടെക്നോളജിക്ക് ആണെങ്കിൽ സുകുമാർ ഡേ ആയിരിക്കാം. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് വേണം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാൻ. അതിനെ റെഫർ ചെയ്യുന്നതെങ്കിലും വേണം. അത് വെച്ചാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ഗൈഡ് പ്രേമം ഇവിടെ അവസാനിപ്പിക്കാം. അതാണ് ഞാൻ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും FSSI എന്നുള്ള ഒരു ഓർഗനൈസേഷൻ കേരളത്തിലാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറഞ്ഞാണ് IAS പോസ്റ്റ് ആണ്, സിവിൽ സർവീസ് പോസ്റ്റ് ആണ്. നമുക്ക് ഇവിടെയും സിവിൽ സർവീസ് സ്ഥാപനമുണ്ട്. കേരളത്തിലെ നമ്പർ 1 IAS അക്കാദമി ലീഡ് IAS. ആ ലീഡ് IAS നമ്മുടെ സഹോദര സ്ഥാപനമാണ്, നമുക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വട്ടം ഇതിന്റെ തൊട്ട് മുന്നേക്കെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിട്ടുള്ള TV അനുപമ മാഡം നമ്മുടെ സ്ഥാപനമായിട്ടൊക്കെ നേരത്തെ അസോസിയേറ്റഡ് മാഡം TV അനുപമ IAS ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരുന്നു. ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ താഴെയുള്ള പോസ്റ്റുകൾ മുഴുവനാണ് കേരള PSC ഫിൽ ചെയ്യുന്നത്. കാരണം IAS ഉള്ളത് UPSC പോസ്റ്റ് ആണ്. ഓക്കെ, ഇനി എന്നാണ് എക്സാം വരിക എന്നുള്ളത് നിലവിലുള്ള ലിസ്റ്റ് 2022 വന്ന ലിസ്റ്റാണ്. കേരള PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് 3 വർഷത്തേക്കാണ് നിലനിൽക്കുക. 2025 ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ഇത് സാധാരണ നോൺ യൂണിഫോം പോസ്റ്റുകൾ. നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ യൂണിഫോം ആയിട്ടുള്ളതാണ് എക്സൈസ്, സബ് ഇൻസ്പെക്ടർ, അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ. ഇതൊക്കെ യൂണിഫോം പോസ്റ്റുകളാണ്. യൂണിഫോം പോസ്റ്റുകൾ റാങ്ക് ലിസ്റ്റ് 1 വർഷത്തേക്ക് ഉണ്ടാവും. ഓക്കെ, 1 വർഷത്തേക്ക് ഉണ്ടാവും. ബാക്കിയെല്ലാം റാങ്ക് ലിസ്റ്റ് 3 വർഷത്തേക്ക് ഉണ്ടാവും. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ അവസാനിക്കും? 2025 അവസാനിക്കും. റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴത്തേക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ എക്സാം എപ്പോൾ നടത്തണം? 2024 എക്സാം നടത്തി. ഇനി ശേഷം എന്തുണ്ട്? ഇതിന് ഒരു ഘട്ടമേ എക്സാം ഉള്ളൂ കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒറ്റ സിംഗിൾ എക്സാം ആണ്, 75 മിനിറ്റിന്റെ 100 മാർക്കുള്ള സിംഗിൾ എക്സാം ആണ്. ആ എക്സാം നടത്തി അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഇടും. ഈ ലിസ്റ്റ് 2025 വന്നാൽ 2028 വരെ ഈ ലിസ്റ്റാണ്. 2028 ഇനി ഒരു എക്സാം നടക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ മാത്രമേ ഉള്ളൂ? 2027 നടക്കാനുള്ളൂ. അതായത് 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അതും ആലോചിച്ച് വേണം നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് വരാനുള്ള കാര്യം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള പേ സ്കെയിൽ ഇത് കൊടുക്കുന്നുള്ളതാണ്. കേരള ഗവൺമെന്റ് ജോലികളിൽ ബെറ്റർ ആയിട്ടുള്ള പേ സ്കെയിൽ,
ഒരു 40 to 80,000 പേ സ്കെയിലാണ് വരുന്നത്. അതും തീർച്ചയായിട്ടും അറ്റ്കാൻഡ് ഒരു നിയർ അബൌട്ട് 50,000, 1,00,000 രൂപ ഇവിടെ കിട്ടുന്നുണ്ട്. വലിയ ഘോരം ഘോരം പണിയൊന്നും ചെയ്തിട്ടല്ല. 1,00,000 രൂപ ഒരു പ്രൈവറ്റ് സെക്ടർ കിട്ടണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഇതിൽ പ്രൈവറ്റ് സെക്ടർ ജോലി ചെയ്യുന്നവർക്ക് അറിയാം. ഓക്കെ, പക്ഷെ ഇവിടെ 50,000 അറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അത് വളരെ സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ജോലിയാണ്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ പ്രൊമോഷനാണ്. പ്രൊമോഷൻ സാധ്യതകൾ ഭയങ്കരമാണ്. കാരണം എന്താണ്, ഇത് 2 ലിസ്റ്റുകളെ വന്നിട്ടുള്ളൂ. 2 റാങ്ക് ലിസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം അവർക്ക് പെട്ടെന്ന് അതിന്റെ മുകളിലേക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞ ഇതിലേക്ക് ഇവർക്ക് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആകാൻ പറ്റില്ല. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറയുന്നത് IAS പോസ്റ്റ് ആണ്. എന്റെ തൊട്ട് താഴെ വരെ നിൽക്കാം. ഓക്കെ, അത് ആദ്യ ലിസ്റ്റിലുള്ളവർക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും, സെക്കൻഡ് ലിസ്റ്റിലുള്ളവർക്ക് കിട്ടും. ഇനി വരാൻ പോകുന്ന 3ാം ലിസ്റ്റാണ്. അതുകൊണ്ട് പ്രൊമോഷൻ എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൊമോഷൻ ഉണ്ടാവും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്, പ്രൊമോഷൻ ആയിട്ട്. കാരണം മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആളുകൾ വന്ന് ഫില്ല് ചെയ്ത്, സെക്രട്ടേറിയറ്റ് ഒക്കെ ആണെങ്കിൽ 1957 കേരളം ആരംഭിക്കുന്ന തൊട്ട് സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അതേപോലെ തന്നെ റിട്ടയർ ആയി വന്നാൽ മാത്രമേ അവിടെ പ്രൊമോഷൻ ഉണ്ടാവുള്ളൂ. അത് മറ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെയാണ്. ഇത് പക്ഷേ താരതമ്യേന പുതിയ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഇത് നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ പ്രൊമോഷൻ കിട്ടാം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പ്രൊമോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഗസ്റ്റഡ് പോസ്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളൊരു എക്സാം ഉണ്ട് അല്ലെ? നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കുറെ പേര് എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടുള്ളവരൊന്ന് KS എക്സാം ഇതുവരെ എഴുതിയിട്ടുള്ളവർ, അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, അതിന് പഠിക്കുന്നവർ ഹൈ പറഞ്ഞേ, ഒരു ഹലോ പറഞ്ഞേ. അത് പറയുമ്പം ഞാനിപ്പോ KSന്റെ ക്ലാസ്സുകൾ ഇന്ന് ഇപ്പൊ എടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ലീഡ് IAS ഇവിടെ KSന്റെ ക്ലാസ് കൊടുക്കുന്നത്. ആരെങ്കിലും KS പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്തോളൂ. കമന്റ് ഇപ്പൊ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ കാണുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. KS എക്സാമിന് തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരുമില്ല. KS എക്സാമിന് തയ്യാറെടുക്കുന്നവർ കുറച്ച് പേരുണ്ട്. ഓക്കെ കൊള്ളാം. അഷിമ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ മറിയം, അഷിമ, കുറച്ച് പേരൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്റെ പ്രിലിംസ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാകാം. ആദ്യത്തെ കേസ് വന്നു, അതിനുശേഷം ഇപ്പൊ 2ാം കേസിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 2ാം കേസ് ഈ ഇലക്ഷന് ശേഷം കേസ് വരാൻ സാധ്യതയുണ്ട്. കാരണം 2026 അസംബ്ലി ഇലക്ഷൻ നടക്കുന്നതിന് ഒരു കേസ് എന്തായാലും നടപ്പാക്കണം. അത് ഗവൺമെന്റ് ഒരു പോളിസിയുടെ ഭാഗമാണ്. അപ്പൊ എന്തായാലും ആ കേസ് നടക്കുമ്പോൾ നിങ്ങളൊക്കെ എഴുതിയത് സ്ട്രീം 1-ലായിരിക്കും. ഇനി കേസിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ധാരണ തരാം, വേറൊന്നല്ല. നിങ്ങൾ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരാണുള്ളതാണ്. അപ്പൊ അതില് ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ചെറിയ നല്ല കാര്യം തന്നെയാണ്. കേസിൽ 3 സ്ട്രീം ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക. ഒന്ന് സ്ട്രീം 1, സ്ട്രീം 2, അതുപോലെ സ്ട്രീം 3. ടോട്ടലി കേസ് ഉണ്ടാകുക, ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകുക 105 സീറ്റ്സ് ആണ്. 105 സീറ്റുകൾ. ഈ 105 സീറ്റുകൾ 35 സ്ട്രീം 1-ന്, 35 സ്ട്രീം 2-ന്, 35 സ്ട്രീം 3-ക്ക്. ഈ രീതിയിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സ്ട്രീം 1-ൽ ആരൊക്കെയുണ്ട്? സ്ട്രീം 1-ൽ ജനറൽ കാറ്റഗറിയുടെ ഏജ് ആണ് പറയുന്നത്. സ്ട്രീം 1-ൽ ജനറൽ കാറ്റഗറി 32 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാവർക്കും 32 വയസ്സ് ജനറൽ കാറ്റഗറി. OBC ആണ് 35, SC/STക്ക് അതിൻ്റെതായ ഇളവുകളുണ്ട്. ഓക്കെ, 32 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാം. ഡിഗ്രിയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് എത്ര ലക്ഷം പേര് അപ്ലൈ ചെയ്യും? കഴിഞ്ഞ കേസിൽ അപ്ലൈ ചെയ്ത് ഏതാണ്ട് 5 ലക്ഷത്തിന് അടുത്ത ആളുകൾ ഇവിടെ അപ്ലൈ ചെയ്യും. 5 ലക്ഷത്തിന്റെ ആളുകൾ എത്ര സീറ്റ് വേണ്ടി? 35 സീറ്റ് വേണ്ടി. ഓക്കെ, ഇനി സ്ട്രീം 2-ലോ? സ്ട്രീം 2-ല് നോൺ ഗസറ്റഡ് ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ. നോൺ ഗസറ്റഡ് എന്ന് പറയുമ്പോൾ അതായത് ക്ലറിക്കൽ സ്റ്റാഫ്, പ്യൂൺ സ്റ്റാഫ്, അങ്ങനെയുള്ള ആളുകൾ, കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ. അവര് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തത് ഏതാണ്ട് 5000-ത്തിനടുത്ത ആളുകളാണ്. അവിടെ എത്ര പേരാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? ഈ 5000 പേരാണ് 35 സീറ്റ് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത്, ഓക്കെ, നമ്മുടെ അശ്വിൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കമന്റ് ചെയ്യുന്നു. ഓക്കെ, അശ്വിൻ സാർ താങ്കളിലേക്ക് വരാം. ഒരു 5 മിനിറ്റിനുള്ളിൽ അശ്വിൻ സാർ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇനി സ്ട്രീം 3-ലേക്ക് വന്നാൽ എന്താണ്? ഇവിടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഗസറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു ഓഫീസിൽ എത്ര ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും? മാക്സിമം 1-2 ആണ്. അങ്ങനെ ഈ കേരളം ഒട്ടാകെ എത്ര ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്? അതായത് കഴിഞ്ഞ 2020 KS നടത്തപ്പോൾ ഈ സ്ട്രീം 3-ൽ വെറും 1000 പേര് മാത്രം, 1000 പേര് അപ്ലൈ ചെയ്തു. 800 പേരെ അത് എഴുതിയിട്ടുള്ളൂ. 800 പേര് എത്ര സീറ്റ് വേണ്ടി? 35 സീറ്റ് വേണ്ടി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എവിടെ നിൽക്കും? ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞാൻ കാണുന്നത്, നിങ്ങൾക്ക് ഈ 5 ലക്ഷത്തിന്റെ ഒപ്പം 35 സീറ്റ് വേണ്ടി ഫൈറ്റ് ചെയ്യണോ, അതോ ഈ 800 സീറ്റ് വന്ന് 35 സീറ്റ് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു നോക്കുക. അതായത് നിങ്ങൾ വലിയ സ്വപ്നങ്ങളുമായി കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറായി ഏതെങ്കിലും സർക്കാർ ജോലിയിൽ എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ അതിന് നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. വേറെ ഇഷ്ടം പോലെ സർക്കാർ ജോലികളുണ്ട്. പക്ഷേ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എത്തുന്ന വഴി KS-ലേക്ക് എത്താം, എളുപ്പ വഴിയായിട്ട് നിങ്ങൾ ഇതിനെ കാണാം. അങ്ങനെ KS-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ മെച്ചം എന്താണ്?
KSIലേക്ക് എത്തിക്കഴിച്ചാലുള്ള മെച്ചമാണ് ഇവിടെ കാണുന്നത്. KSI 8 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്ത് 8 years ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരള കേഡർ IAS ആയിട്ട് നിങ്ങൾ കോൺഫർ ചെയ്യും. കേരള കേഡർ IAS കോൺഫർ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ കേരള കേഡർ തന്നെ ഒരു ജില്ലാ കളക്ടറായിട്ട് മാറും. KS ഉള്ളത് എന്താണ്? ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റ് ആണ്. 8 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IAS നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫർ ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പൊ നിലവിൽ ഈ IAS കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കേരള കേഡർ, കേരളത്തിൽ തന്നെ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ IAS കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നടന്ന UPSC സിവിൽ സർവീസ് എക്സാം ഏതാണ്ട് 10-15 ലക്ഷത്തോളം ആളുകൾ എഴുതുന്ന ഈ ഒരു പരീക്ഷ, 10 ലക്ഷം നമുക്ക് ഒരു ഏകദേശം കണക്കിൽ കൂട്ടാം. 10 ലക്ഷം എഴുതുന്ന പരീക്ഷയിൽ ആദ്യ 100 വന്നാൽ മാത്രമേ നിങ്ങൾക്ക് IAS കിട്ടുള്ളൂ. പക്ഷെ അതിൽ നിങ്ങൾക്ക് സ്വന്തം സംസ്ഥാനത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യ 20 റാങ്കുകൾ വരണം. ആദ്യ 20 റാങ്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ലോ. ഇതിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ആദ്യ 20 റാങ്ക് മാത്രമാണ് കേരള കേഡർ നിങ്ങളുടെ സ്വന്തം സംസ്ഥാനത്ത് കിട്ടുകയുള്ളൂ. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയിൽ തന്നെ FSO ഇരുന്നുകൊണ്ട് KS ഇരുന്നുകൊണ്ട് IAS ആയി മാറാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം. ഒരു IAS കാരനായി മാറാം, കേരള കേഡർ IAS കാരനായി മാറാൻ ലക്ഷ്യം വെച്ച് തന്നെ വേണം ഇനി പഠിക്കാൻ. ആ ഒരു ഇന്നർ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു വലിയ ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പ്, ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള മടുപ്പെല്ലാം മാറിപ്പോകും. ഓക്കെ, ഇതാണ് നിങ്ങളോട് മനസ്സിൽ വെക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നാണ്. ഇതിന്റെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്വറി, സാർ ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണോ, എന്റെ ഡിഗ്രി ഇന്നതാണ്, ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണോ എന്നുള്ളതാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ കേരള PSCക്ക് തന്നെ വ്യക്തതയില്ല എന്നുള്ളതാണ്. കേരള PSCയുടെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമുക്ക് തമാശ പോലെ തോന്നും. അവർക്ക് തന്നെ വ്യക്തതയില്ല. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജി എന്നുള്ള ഒരു കോഴ്സ്, ഈ ഫുഡ് ടെക്നോളജി എന്നുള്ള കോഴ്സ് ഇന്ന് കേരളത്തിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ട്? ഈ ഫുഡ് ടെക്നോളജി എന്നുള്ള കോഴ്സ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഒന്ന് മണ്ണുത്തിയുള്ള സർവകലാശാല, മണ്ണുത്തി യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട്. പിന്നെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. അതുപോലെ TKM എഞ്ചിനീയറിംഗ് കോളേജ്. ഇതിവിടെ മാത്രമേ ഫുഡ് ടെക്നോളജി ഉള്ളൂ. ഭൂരിഭാഗം കേരളത്തിലെ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് ഫുഡ് പ്രോസസിംഗ് എഞ്ചിനീയറിംഗ് എന്ന പേരിലോ ഫുഡ് സയൻസ് എന്ന പേരിലോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ല, ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരതിനുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റുകൾ വാങ്ങണം. അത് തരുന്നത് ഈ പഠിക്കുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ ഇത് നോട്ടിഫിക്കേഷൻ വെച്ച PSC അല്ല, അത് തരുന്നത് കേരള യൂണിവേഴ്സിറ്റികളാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ പോവാം. നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി പോവാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോവാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് എളുപ്പമാണ് ഇക്വലൻസിക്ക്. ഒരു 6 മാസം എടുക്കും. എന്നാലും 2000 രൂപ അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് അവർ ഇക്വലൻസി തരും. ഓക്കെ, അത് ഇക്വലൻസിക്ക് വേണ്ട യോഗ്യത ഇത്ര മാത്രമല്ല. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോക്കാം ഡയറി ടെക്നോളജി. ഈ ഡയറി ടെക്നോളജിയുടെ കോഴ്സ് തൃശ്ശൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. 1-2 കോളേജുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി സ്ഥലത്ത് എങ്ങനെയാണ്? ഡയറി സയൻസ് പേരിലാണ്. ഇതേപോലെ തന്നെ ബയോടെക്നോളജിക്ക് എന്തൊക്കെ തരത്തിൽ ബയോടെക്നോളജി ഉണ്ടെന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി, അമൃത യൂണിവേഴ്സിറ്റി മെഡിക്കൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞ് പിന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുടെ ബയോടെക്നോളജി, പലതരം ബയോടെക്നോളജി. അപ്പൊ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. നിങ്ങളുടെ ഡിഗ്രി ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിഗ്രി ആകണം. ഇത്ര മാത്രമാണ് യോഗ്യത. ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യത. ഇതാണ് നിങ്ങൾ പഠിച്ച ഡിഗ്രി കോഴ്സിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടോ, ഫുഡ് പ്രിസർവേഷനായിട്ട് ബന്ധപ്പെട്ടോ, അതായത് കെമിക്കൽ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം നിങ്ങളുടെ സിലബസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വലൻസി അപ്ലൈ ചെയ്യാൻ യോഗ്യതയാണ്. ഇനി ഇത് ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ വെബ്സൈറ്റിൽ ഏതാണ് ഇക്വലൻസി എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു 250 പേജുള്ള ഡോക്യുമെന്റ് ഉണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇന്ന ഡിഗ്രി ഇന്ന യൂണിവേഴ്സിറ്റിയിലെ ഈ ഡിഗ്രിയുടെ ഇക്വലന്റ് ആണ്, അപ്പൊ ഞങ്ങൾ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റും. അതെന്നാൽ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്ത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതെങ്ങനെയാണ്? ചിലപ്പോൾ ആളുകൾ വിദേശ സർവകലാശാലയിൽ നിന്ന് പഠിച്ചു വരുന്നുണ്ടാവും. അപ്പൊ അതുമായിട്ട് കേരള യൂണിവേഴ്സിറ്റി താരതമ്യം ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡിഗ്രിക്കുള്ള ആ ഒരു സിലബസ്, നിങ്ങൾ പഠിച്ച ഡിഗ്രിയുടെ കോഴ്സ് സിലബസ്, അത് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സിലബസ് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അത് രണ്ടും പരിശോധിച്ച് ഇവര് ഭൂരിഭാഗം, അതായത് ജസ്റ്റ് അറൌണ്ട് 50% സിലബസ് പഠിച്ചിട്ടുണ്ട് എന്ന് യൂണിവേഴ്സിറ്റിക്ക് തോന്നുവാണെങ്കിൽ, പ്രത്യേകിച്ച് അതിന്റെ രജിസ്ട്രാറാണ്, അക്കാഡമിക് ബോഡി ഉണ്ട്, അവർക്ക് അംഗീകരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതാണ് ഇതിന്റെ പ്രോസസ്. ഓക്കെ, ഇനി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇപ്പോഴല്ല വേണ്ടത്. നിങ്ങൾ ഇപ്പോഴെന്നാൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ 2020 നടന്ന എക്സാമിൽ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു മാഡം അന്ന് എക്സാം എഴുതി എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വെച്ചാണ്. അപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വെച്ച് അവർ എഴുതി. ഓക്കെ, ഞാൻ എന്റെ മറ്റു ഭാഗ്യങ്ങളിൽ കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതാൻ പറ്റും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇത് എപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്? ഇനി ഇത് ഈ ഒരു എക്സാമിന് ശേഷം അവർ എന്താണ് എലിജിബിലിറ്റി ലിസ്റ്റ് ഇടും. അതായത് ഈ റിട്ടേൺ എക്സാമിന് ശേഷം എലിജിബിലിറ്റി ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിന് ശേഷം അവർ എന്തിലേക്ക് വിളിക്കും? ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ എന്താണ്? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഇന്റർവ്യൂവിന് കയറുന്നതിന് ഇപ്പൊ രാവിലെ ഒരു 10 മണിക്ക് ഇന്റർവ്യൂവിൽ 8 മണിക്ക് ഓരോരുത്തർക്ക് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാവും.
കേരള പി എസ് സിയുടെ. ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ പറഞ്ഞു. തിരുവനന്തപുരത്ത് പട്ടത്തുള്ള കേരള പി എസ് സി ഓഫീസിൽ നിങ്ങളെ വിളിക്കും. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും. സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കണം, +2 ലെവൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം, 10ാം ക്ലാസ് കാണിക്കണം, +2 ലെവൽ കാണിക്കണം, ഡിഗ്രി ലെവൽ കാണിക്കണം. അപ്പൊ ഡിഗ്രി ലെവൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെയെങ്കിലും അവർ പറയും ഇക്വലി സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അതുകൊണ്ട് അന്നേരം ഹാജരാക്കി കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നമുള്ള കാര്യമില്ല. ആ സമയത്താണ് ഡിഗ്രി ഇക്വൽസ് കാണേണ്ടത്. പിന്നെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു സമയത്ത് ഡിഗ്രി ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്വലി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു സമയത്തേക്കാണ് ഇത് വാങ്ങേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വലി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇത് നിങ്ങൾ വെരിഫിക്കേഷൻ സമയത്താണ് ഇക്വലി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഇതില് അത്ഭുതമല്ല, ഒരു കഴിഞ്ഞ നോട്ടിഫിക്കേഷനാണ് ഇതില് മെഡിക്കൽ ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ഉള്ളവരെ അപ്ലൈ ഇതിലേക്ക് യോഗ്യത കൊടുത്തത്. പ്രത്യേകിച്ച് MBBS, BDS, ഹോമിയോ, BHMS, BAMS ഇവർക്കൊക്കെ കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള കുറേ ആളുകൾ ഈ എക്സാംസ് എഴുതുന്നുണ്ട്. നല്ല കാര്യമാണ്, അവർക്ക് എഴുതാം. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സിലബസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിലബസിനെ കുറിച്ച്, ടെക്നിക്കൽ സിലബസിനെ കുറിച്ച് നിങ്ങൾ ആശങ്കകളാകേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ദ സെയിം. In 2015 it was same, and 2020 it was the same. So you don't have to worry about the technical syllabus. It's almost the same. So you don't have to worry. പിന്നെ എന്തിനെ കുറിച്ച് മാത്രമല്ല, നോൺ ടെക്നിക്കൽ സിലബസിനെ കുറിച്ച് അതിപ്പോ അറിയേണ്ട കാര്യമില്ല. എക്സാം നോട്ടിഫിക്കേഷൻ, എക്സാമിന്റെ കൺഫർമേഷൻ വന്ന് 2 മാസം ഉണ്ട്. ആ സമയം കൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പഠിച്ചെടുക്കാം. പക്ഷേ ഈ ടെക്നിക്കൽ ഏരിയ നിങ്ങൾക്ക് പഠിച്ചെടുത്താൽ കിട്ടൂല. ഈ ടെക്നിക്കൽ ഏരിയ ആ 2 മാസം കൊണ്ട് പഠിച്ചെടുത്താൽ കിട്ടൂല, അൺലസ് യു ആർ എ ഫുഡ് ടെക്നോളജി ഓർ ഡയറക്ട് ടെക്നോളജി ഗ്രാജുവേറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതിന് പുറമേ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കുറെ വിട്ടു നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് ഈ ഒരു ടെക്നിക്കൽ സിലബസ് പഠിച്ചെടുക്കാൻ പറ്റില്ല. മിനിമം ഇതൊരു 4-5 മാസത്തെ പഠനം ആവശ്യമാണ്. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് തറവായിട്ടുള്ള പഠനം ആവശ്യമാണ്. സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫുഡ് ടെക്നോളജി, ഓക്കെ, ഞാനിതിലെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വായിക്കുന്നില്ല. എനിക്ക് ഈ ടെക്നിക്കൽ ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും ഞാനത് അതാത് സബ്ജക്ട് എക്സ്പെർട്സ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫുഡ് ടെക്നോളജി പഠിക്കുന്ന ഡോക്ടർ ആര്യ കെ സാർ, അവര് PhD ഫ്രം നിപ്റ്റം, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, അവിടുന്ന് എടുത്തവരാണ്. അപ്പൊ അവര് പറയുന്നതാണ് കൂടുതൽ ആധികാരികത ഇതിൽ കിട്ടുക. അപ്പൊ ഞാനിപ്പോ ഉദാഹരണം പറയാം, സിവിൽ സർവീസിനെ കുറിച്ചോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചോ കേരള PCയുടെ മറ്റ് ഡിഗ്രിയെ കുറിച്ച് പറയാൻ എനിക്ക് തീർച്ചയായിട്ടും കഴിയും. ഇതും വേണേൽ എനിക്ക് പറയാം. പക്ഷേ ഇതിൽ ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോസസ് ഉള്ളിടത്തോളം കാലം അവർ പറയുന്നതാണ് കൂടുതൽ നല്ലത്. പ്രത്യേകിച്ച് കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ആയിട്ടും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട പ്രോസസ് തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ICAR, അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ ഹിമ ജോൺ, ഡോക്ടർ ഭാഗ്യ വിജയൻ, ഡോക്ടർ ഐശ്വര്യ, ഇവരൊക്കെ IRS സയന്റിസ്റ്റുകളാണ്. അഗ്രികൾച്ചർ റിസർച്ച് സർവീസിലുള്ള ഗ്രൂപ്പ് A സർവീസ്, സെൻട്രൽ ഗവൺമെന്റ് ഗ്രൂപ്പ് A സർവീസ് ആണ്, അതിലുള്ള ആളുകളാണ്. അവർ നമ്മളെ അഡ്വൈസറി ആയിട്ടും അതുപോലെ അക്കാഡമിക് രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറയാം, കേരളത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള അക്കാഡമിക് ടീമാണ് നമുക്കുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. ഇത്രയും മികച്ച ഒരു അക്കാഡമിക് ടീം ഫുഡ് സേഫ്റ്റി ഓഫീസറിന് കേരളത്തിൽ വേറെ ലഭ്യമല്ല. കാരണം അവരെല്ലാം അത്രയും ക്വാളിഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുഡ് ടെക്നോളജി ഉള്ള ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ കുറെ ഏരിയ ആയിട്ടാണ് ഡ്രൈയിങ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുണ്ട്. ഇതിനു വേണ്ടി ഞാൻ ആ മാഡത്തോട് ചോദിച്ചു, അവർ പറഞ്ഞ അവർ റെഫർ ചെയ്തൊരു ബുക്ക്, അല്ല അവർ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബുക്ക് PJ ഫെലോസ് ആണ്. PJ ഫെലോസിന്റെ ഒരു അബ്രിജ്ഡ് ഫോം, ഒരു PDF ഫോം നമ്മുടെ അടുത്തുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ ഗ്രൂപ്പുകളിൽ ഇടുന്നതാണ്. ഇതേപോലെ ഡയറി ടെക്നോളജി ഉള്ള അത്ര ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നല്ല, നമുക്ക് പഠിച്ചെടുക്കാം. അവിടെയാണ് സുകുമാർ ഡേ എന്നൊരു ബുക്കാണ്. സുകുമാർ ഡേ, ഇതൊക്കെ ഇന്ത്യൻ ഓതേഴ്സ് ആണ്. സുകുമാർ ഡേ ഇതൊരു ഗൈഡ് ഒന്നല്ല കേട്ടോ. വെറുതെ ഗൈഡ് പഠിക്കാൻ പോണ്ട. ഗൈഡിൽ എന്താണ്, 1 വേർഡ് പഠിച്ചിട്ട് ഇത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സുകുമാർ ഡേയുടെ ഒരു കൃതിയാണ്. അതുപോലെ മറ്റൊന്ന് വെറ്റിനറി സയൻസ്. അത് ഇതിൽ പ്രത്യേകിച്ചായിട്ട് ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട വെറ്റിനറി എന്താണ്, അത് മീറ്റ് ആണ്. മീറ്റ്, എഗ്, ഫിഷ്, ഇതാണ് വെറ്റിനറി സയൻസ്. മറ്റുള്ള ഫുഡ് സേഫ്റ്റി ലോസ് നമ്മുടെ അശ്വിൻ സാറാണ് എടുക്കുന്നത്. അദ്ദേഹം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ നിർത്തിയിട്ട് വേണം ഇതിൽ കയറാന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ. ഓക്കെ സാർ, ഞാൻ 5 മിനിറ്റിൽ നിർത്താം. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ഫുഡ് സേഫ്റ്റി ലോസും അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്കോടെ പറയുന്നത്, അശ്വിൻ സാറിനെ കുറിച്ചും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്ന് PG, അതായത് പൊളിറ്റിക്കൽ സയൻസ് വിത്ത് ലീഗൽ സ്റ്റഡീസ്, അത് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണ്. ഇവിടെ PC ടോക്സിന് മാത്രമല്ല, ലീഡ് IASന്റെ മെയിൻ ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. തിരുവനന്തപുരത്ത് മറ്റു പല സ്ഥാനവും അദ്ദേഹം എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ തന്നെ ഒരു ടോപ്പ് പെർഫോമിംഗ് ഉള്ള ഫാക്കൽറ്റിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാർ ഒരു 5 മിനിറ്റ് അത് എൻ്റർ ചെയ്യാം. ഓക്കെ, പിന്നെ ന്യൂട്രീഷൻ ബയോകെമിസ്ട്രി ആണ്. അപ്പൊ അതായത് ബയോകെമിസ്ട്രി ബിരുദമുള്ളവർക്കും കെമിസ്ട്രി ബിരുദമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാനാണ്. നമുക്കത് എടുക്കുന്നത് സിന്നി മാഡാണ്, സിന്നി MS ഉള്ള മാഡാണ്. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അതിൽ ഇത്ര യോഗ്യതയുള്ള മറ്റൊരു വ്യക്തിയിലാണ്, സിദ്ധാർത്ഥ് സാറാണ്. സിദ്ധാർത്ഥ് സാറിന്റെ ക്ലാസ് കണ്ടവരൊക്കെ എന്താണ് മയമ്മങ്ങി വിയാറുണ്ടെന്നാണ്. അദ്ദേഹത്തിന്റെ ഗ്ലാമർ കണ്ടിട്ടാണോ ക്ലാസ് കണ്ടിട്ടാണോ എന്നറിയില്ല, എന്നാലും 2 കൊള്ളാം. ഓക്കെ, ഇവിടെ മൈക്രോബയോളജി ഉള്ള ക്ലാസ്
അദ്ദേഹം എടുക്കുമ്പോൾ അതിനുള്ള യോഗ്യത ഞാൻ പറഞ്ഞല്ലോ, സയന്റിഫിക് ഓഫീസർ എക്സാം ഒക്കെ ക്ലിയർ ആയ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ ക്ലാസ് കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ റെക്കോർഡിംഗ് അയച്ചു തരും അവർ. ഓക്കെ, അതൊക്കെ അവർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ സയൻസ് എടുക്കാൻ വേണ്ടി ഇതേ ഏരിയയുള്ള ഡോക്ടർ ഭാഗ്യ മാഡം അവര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ഇത്രയാണ് ടെക്നിക്കൽ ഏരിയാസ്. അതായത് ഈ 6 ഏരിയയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അതായത് 1 ഫുഡ് ടെക്നോളജി, 2 ഡയറി ടെക്നോളജി, 3 വെറ്റിനറി സയൻസ്, 4 ഫുഡ് ടെക്നോളജി ഫുഡ് സേഫ്റ്റി ലോസ്, 5 ബയോ കെമിസ്ട്രി, 6 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി. ഈ 6 ഏരിയ പഠിക്കാം. ഈ 6 ഏരിയ ആദ്യം പഠിക്കാം. ബാക്കിയുള്ളതിനെ കുറിച്ച് ഇപ്പൊ ടെൻഷൻ അടിക്കാൻ വേണ്ട. പിന്നെ ആൾക്കാർ ടെൻഷൻ ഇന്റർനൈസൻസ് വരുമോ, അല്ലെങ്കിൽ കറണ്ട് ഒഴിവാക്കുവോ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടോ, അതൊന്നും ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കോഴ്സ് ഉണ്ട്. ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുക 8 മുതൽ 10 മണി വരെ നമ്മുടെ വേറെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്, ഡിഗ്രി ലെവൽ കോഴ്സ്. അതിൽ നമ്മൾ ഇംഗ്ലീഷും ഇതൊക്കെ ശക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അത് എപ്പോ വേണേൽ നമുക്ക് എടുത്തു തരാം. ഓക്കെ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഈ ടെക്നിക്കൽ ഏരിയ നല്ല ടീച്ചേഴ്സ് ഉണ്ട്, അവരെ നിന്ന് പഠിക്കാം. ഓക്കെ, ഇനി ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് 2015 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇതിൽ കുറെയൊക്കെ വൺ വേർഡ് ആണ്. 2020 വരുമ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. ഇനി വരുമ്പോൾ എന്താണ് കൂടുതൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതായത് ഞാൻ സിദ്ധാർത്ഥ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ടെക്നിക്കൽ പേപ്പേഴ്സ് ഒക്കെ കൂടുതൽ ഒരു നെറ്റ് JRF ലെവലാണെന്ന്. എന്നാൽ എന്ന് വിചാരിച്ചത് കണ്ട് പേടിക്കൊന്നും വേണ്ട, അതൊക്കെ പഠിച്ചെടുക്കാന്നേ ഉള്ളൂ. ഒരു പറയാൻ നല്ലതാണ്, വൺ വേർഡ് പഠിച്ചു പോകുന്നത് ഈ ഗൈഡ് മഗപ്പ് ചെയ്യുന്നവർക്കാണ്. പക്ഷേ കുറച്ച് ലോജിക്കൽ എലിമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ദ ഫോളോയിങ്, ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ആയിരിക്കും അത് വരിക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് FSSI, റിഗാർഡിംഗ് FSSI ആക്ട് 2006 എന്ന് പറഞ്ഞ് ഇതാണ് മെയിൻ ആയിട്ടുള്ള ടാഗ്. ഓക്കെ, എന്നിട്ട് ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ ഉണ്ടാവും A 1 and 2, B 2 and 3, C 1 2 3, D ആയിട്ട് ചിലപ്പോൾ 3 only. ഓക്കെ, ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് രീതി ചോദ്യങ്ങളുടെ ഒരു ഘടന. ഇത് വളരെ എളുപ്പമാണ്. എനിക്ക് ഞാൻ പറയുന്നത് വൺ വേർഡ് ചോദ്യക്കാട്ട് എളുപ്പമാണ്. കാരണം എന്താണ്, ഇത് ആരാണ് ചോദ്യം ഉണ്ടാക്കുന്നത്? ഒരു പ്രൊഫസർ. നമ്മളെ സംബന്ധിച്ചുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഒരു പരീക്ഷ ആണെങ്കിൽ ഏത് പ്രൊഫസർ? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന, അല്ലെ കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഒരു പ്രൊഫസർ. അവരാണ് ഈ ചോദ്യം ഉണ്ടാക്കുക, അല്ല അവരല്ല, അദ്ദേഹമാണ് ഈ ചോദ്യം ഉണ്ടാക്കുക. അപ്പൊ അവര് ചോദ്യം ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഒരു മനസ്സിൽ നിന്ന് ആലോചിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതെടുത്താണ് ഉണ്ടാക്കുക. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു കണ്ടന്റ് എടുക്കുന്നു, അതിൽ നിന്ന് ഒരു ഓപ്ഷൻ മാത്രമേ ശരിയുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ എന്താണ് അദ്ദേഹം തെറ്റിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഏത് കൃത്യം ചെയ്യുമ്പോഴും അവിടെ എന്താണ് കുറച്ച് ലൂപ്പ് ഹോൾസ് വരും. ഉറപ്പാണ്. 100 ചോദ്യം ഇടുമ്പോൾ അതിൽ ഭൂരിഭാഗത്തിലെ ലൂപ്പ് ഹോൾസ് ആണ്. ഒന്നോ രണ്ടെണ്ണം ശ്രദ്ധിച്ചിടും. പക്ഷെ എല്ലാം ഒന്നും ഇതുപോലെ ശ്രദ്ധിച്ചിടാൻ നമുക്ക് പറ്റില്ല. ഒരു പ്രോസസ് തന്നെയല്ല ഉണ്ടാക്കുന്നത്, അത് എനിക്കറിയാം. എങ്കിൽ പോലും എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. അത് കുറ്റകൃത്യങ്ങൾ പോലീസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മളൊരു കുറ്റാന്വേഷണ ഡിറ്റക്റ്റീവ് ആയിട്ട് മാറിയാൽ മതി. ഇതിൽ നിങ്ങൾ നോക്കുക, ഇതിൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇതിൽ ഏത് കോമൺ ആയിട്ടുള്ള ഏതാണ്? രണ്ടവിടെയുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തില്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ A ആൻസർ ആവോ? ഇല്ല. B ആൻസർ ആവോ? ഇല്ല. C ആൻസർ ആവോ? ഇല്ല. ആൻസർ ഏതായിരിക്കും? 3 ആയിരിക്കും. അതായത് ഈ ചോദ്യങ്ങൾ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ എന്നായിരിക്കും. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് തന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടുപിടിച്ചപ്പെട്ടാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താം. അതാണ് നമ്മൾ എന്ന് പറയുന്നത് ലോജിക്കൽ സോൾവിങ് അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സ്. ഓക്കെ, ഈ രീതിയിൽ മാത്രമേ ഇനി കേരള ഓഫീസർ ഡിഗ്രി ലെവൽ ഗസ്റ്റ് ഓഫീസർ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതില് ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾ തന്നെയാണ്. അത് ഒരു അഹങ്കാരത്തോട് തന്നെ പറയാണ് കേട്ടോ. അത് ഞാനാണെന്ന് പറയുന്നില്ല. ഞാനുണ്ട്, അശ്വിൻ സാറുണ്ട്, പ്രശാന്ത് സാറുണ്ട്, ലീഡ് IASന്റെ ഏറ്റവും ഇതായിട്ടുള്ള ശരത് സാറും അൻഡു സാറും. നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതിയല്ലോ. അവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് ലോജിക്കൽ സോൾവിംഗ് വഴി നിങ്ങൾക്ക് എന്താണ്, ഒരു 100 ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 30-40 ചോദ്യം മാത്രമാണ്. ഈ 40 ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ അതിൽ നെഗറ്റീവ് പോയി എത്ര മാർക്ക് കിട്ടുള്ളൂ? വെറും 30 മാർക്കേ കിട്ടുള്ളൂ. ഈ 30 മാർക്ക് കൊണ്ട് കേരള PSCയിൽ ഏതെങ്കിലും എക്സാം ആരും ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ലിയർ ആകത്തില്ല. അപ്പൊ അങ്ങനെ കേരള PSC ക്ലിയർ ആണ് എന്ത് വഴി ഉപയോഗിക്കണം? എലിമിനേഷൻ ടെക്നിക്കൽ ഉപയോഗിക്കണം. ഒരു 100 മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് മിനിമം ഒരു 60 മാർക്ക് കിട്ടണം. അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്കൽ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾ ക്ലിയർ ആവുള്ളൂ. ഇത് നിങ്ങൾ ടോപ്പ് ആയിട്ട് ആരെങ്കിലും ചോദിച്ചു നോക്കുക. കേരള PSC എഴുതി
ഇനി ഒന്നും വേണ്ട, എനിക്ക് തന്നെ എന്റെ അനുഭവമാണ്. 12ഓളം പ്രമുഖ ലിസ്റ്റുകൾ SPCID, സെക്രട്ടറി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ മാച്ച് സേവിംഗ് അടക്കം ക്ലിയർ ചെയ്താൽ എനിക്ക് വ്യക്തമായുള്ള ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് പഠനം കൊണ്ട് മാത്രം കേരള PSC എന്നല്ല ഒരു കോമ്പറ്റീവ് എക്സാം ക്ലിയർ ആകാൻ പറ്റില്ല. സ്മാർട്ട് ലേണിംഗ് വഴി മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സവിശേഷത. ഈ കണ്ടന്റ് മാത്രമല്ല, ടെക്നിക്സ് മാത്രമല്ല, ഇതാണ് നമ്മുടെ സവിശേഷത. ഓക്കെ, ഇനി നമ്മൾ വരുമ്പോൾ ഇതൊക്കെയാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് വലിയ വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ ഈ ഒരു അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ഇതിനെ കുറിച്ചുള്ള അനാലിസിസ്. ഇനി ഞാൻ പറയുമ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സൂചിപ്പിക്കണം. എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ഇതിനുശേഷം അശ്വിൻ സാർ വരുന്നതാണ്. അദ്ദേഹം കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യും. ഒന്ന്, നമ്മളിവിടെ മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാകുക. 8 to 9 PM, 8 മുതൽ 9 മണി വരെയാണ്. 1 മണിക്കൂറാണ് എല്ലാ ദിവസവും ഉണ്ടാകുക, തിങ്കൾ മുതൽ വെള്ളി വരെ. ശനിയാഴ്ചകളിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, ക്ലാസിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈ ടീച്ചേഴ്സിന്റെ മെന്റർഷിപ്പും നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 months കൂടിയാണ്. അപ്പൊ അതിനുശേഷം അതിന്റെ അവസാനത്തോട് നമ്മൾ ടെസ്റ്റ് സീരീസ് നടത്തും. അതായത് ഒരു 20 മോക്ക് ടെസ്റ്റുകൾ നടത്തും. അതോടുകൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ അവസാനിക്കുന്നത്. ഇനി ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, PSC ടോക്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ, നമ്മുടെ എല്ലാ അഡ്വർടൈസ്മെന്റും മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിലൊക്കെയുള്ള നമ്പറാണ് 7511175161 75317516. ഇതിൽ നിങ്ങൾ വിളിച്ചാൽ മതിയാവും. അപ്പൊ ഞാൻ അശ്വിൻ സാറിലേക്ക് കൈമാറാണ്. അശ്വിൻ സാർ ഒരു 8 മിനിറ്റ് കൊണ്ട് എടുത്ത് ഞാൻ അശ്വിൻ സാറിലേക്ക് കൈമാറാണ്. ഞാൻ ഇന്ന് PSC ടോക്സിനെ കുറിച്ചും കൂടെ ഒന്ന് പറയണ്ടേ? ഇത്രയും പറഞ്ഞല്ലേ? ഓക്കെ, PSC ടോക്സ് എന്നുള്ളത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ലേണിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അത് മറ്റൊന്നുള്ള ലീഡ് IAS ആണ്. ലീഡ് IAS നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഋഷിരാജ് സാറൊക്കെയുള്ള ഋഷിരാജ് സിംഗ് IPS. ആ ലീഡ് IAS എന്നുള്ള മഹത്തായ ഒരു കേരളത്തിലെ നമ്പർ 1 IAS അക്കാഡമിയുടെ സിസ്റ്റർ കൺസേൺ ആണ് PSC ടോക്സ്. അപ്പൊ ഇതിലിവിടെ ലീഡ് IAS ഉണ്ട്. അതായത് ലീഡ് IAS സിവിൽ സർവീസുകാർ, അതായത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ സിവിൽ സർവീസ് സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് ലീഡ് IAS കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ഇതേപോലെ തന്നെ ലീഡ് IAS ജൂനിയർ ഉണ്ട്. ലീഡ് IAS ജൂനിയർ എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. നിലവില് 10,000-അടുത്ത് വിദ്യാർത്ഥികളാണ് ലൈവായിട്ട് പങ്കെടുക്കുന്നത്. അശ്വിൻ സാർ അതിൽ ഭാഗമാണ്. ലീഡ് IAS ജൂനിയർ എന്നുള്ള സ്ഥാപനമുണ്ട്. നിങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ റെഫർ ചെയ്യാം. ഓക്കെ, അതായത് അവരെ അറിയിക്കാം ഇങ്ങനത്തെ പ്രോഗ്രാം. ഓക്കെ, മറ്റൊന്നുള്ളത് മെഡിക്കോസ് ഉള്ള പ്രോഗ്രാമാണ്. മെഡിക്കോസ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് മെഡിക്കോസ് ആണ്. മെഡിക്കോസ് ഉള്ളത് MBBS ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്, ഹൈദരാബാദ് ബേസ്ഡ് ഉള്ളത്. ഇത് എല്ലാം ലീഡ് IASന്റെ ഭാഗമാണ്. മെഡിക്കോസ് ഡോക്ടർ ഷമീർ ആണ് അതിന് നേതൃത്വം നൽകുന്നത്. നിങ്ങൾ ഡോക്ടർ ഷമീർ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് PSC ടോക്സ്. PSC ടോക്സ് ഉള്ളത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. നിലവിൽ 10 ലക്ഷത്തിനടുത്ത് ഡൗൺലോഡ്സ് ഉണ്ട്. ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രോഗ്രാം ഇതൊന്നുമല്ല. നമ്മുടെ സവിശേഷത ഈ വൈകുന്നേരം 8 മണിക്ക് 9 മണിക്കുള്ള കത്തിക്കലല്ല. നമുക്ക് അതിരാവിലെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിരാവിലെ 4:30 മുതൽ 6 മണി വരെ. അതായത് അതിരാവിലെ 4:30 മുതൽ 6 മണി വരെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിരാവിലെ 4:00 ആരാണ് എണീക്കുന്നത്? അതിരാവിലെ 4:00 എത്ര പേരുണ്ടാവും? അവിടെയാണ് അതിന്റെ സവിശേഷത. അതിരാവിലെ 4 മുതൽ 6 മണി വരെ നമുക്ക് 3000 കുട്ടികളുണ്ട്. നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. 15 ബാച്ചിലായിട്ട് 3000 കുട്ടികൾ LDC LGS എക്സാമുകൾക്ക് ശക്തമായിട്ട് പ്രിപ്പറേഷൻ ഉണ്ട്. ഈ വരുന്ന എക്സാമുകളിൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ വരുന്ന എക്സാമിൽ ശക്തമായ റിസൾട്ട് അതിലുണ്ടാവും. ഓക്കെ, ഇതേപോലെ ഇതിനൊപ്പം തന്നെ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ പരീക്ഷ ഒരു എക്സാം പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ബന്ധപ്പെടാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ കാര്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് ഇനിയും അഷിത് സാറിലേക്ക് കൈമാറാം. അഷിത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. സാറിനെ ഞാൻ ഹോസ്റ്റ് ആക്കി മാറ്റാം. ഓക്കെ, അഷിത് സാറിന് ഹോസ്റ്റ് ആക്കി മാറ്റാൻ അദ്ദേഹം സംസാരിക്കാവുന്നതാണ്. സാർ, ഓക്കെ അശ്വിൻ സാർ, നിങ്ങൾ ഹോസ്റ്റ് ആണ്, നിങ്ങൾക്ക് സംസാരിക്കാം. യെസ്, വെരി ഗുഡ് സാറേ, എന്നെ കാണാലോ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കാലോ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരാവോ? ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കാവോ? യാസിർ, മിഥുന, ജിൻസി, വന്ദന, മറിയം ജമീല, അശ്വതി, ദീപ്തി, ആര്യ, ശില്പ മോഹൻ, പരീഷ, ഷബാന, തീർത്ഥ, ഷിജിന, അഞ്ജലി, അർച്ചന, ബിജു, ആഷിമ, ഡോക്ടർ തമന്ന, ഷെരീഫ്, നവനീത്, ഡോക്ടർ ഷിമി ഷറഫ്, ജാക്വലിൻ, ഡെന ഡേവിസ്, ജയന്തി, ജെയിം മരിയ ജെയിംസ്. കേൾക്കാലോ അല്ലെ? യെസ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ?
വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ കാണുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വിസിബിൾ ആണോ? ഇപ്പൊ വീഡിയോ ഓൺ ആണോ? അല്ല. അതെന്താണ്? ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ ഓഡിയോ കറക്റ്റ് അല്ലേ? ഇപ്പൊ ഓഡിയോയും വീഡിയോയും ഏകദേശം കറക്റ്റ് ആയെന്ന് കരുതുന്നു, ശരിയാണെന്ന് കരുതുന്നു. ഇപ്പൊ ഞാൻ പറയുന്നതും കേൾക്കാം, എന്നെ കാണുകയും ചെയ്യാം. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ സുബിൻ സാറ്, എനിക്ക് തോന്നുന്നു നമ്മൾ 8:30 ആയപ്പോൾ തുടങ്ങിയതാ അല്ലേ? നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരുപാട് സമയം എടുക്കില്ല. അപ്പം ആദ്യം തന്നെ ചോദിക്കുകയാണ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നിരുന്നത്? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നിരുന്നത്, അതോ ഇനി വേണോ ഫുഡൊക്കെ കഴിക്കാൻ പോവാൻ? വിശക്കുന്നുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ? എന്താ അവസ്ഥ? ചാറ്റ് ബോക്സിലൊക്കെ എല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ചെയ്ത് എന്താ അവസ്ഥ? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ, അതോ വിശക്കുന്നുണ്ടോ? ഫുഡ് സേഫ്റ്റി പഠിക്കുന്നവരോട് ഫുഡിനെ പറ്റി ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അതിനകത്ത് കാര്യം? ഫുഡ് കഴിച്ചിട്ട് വന്നിരിക്കുന്നവരുണ്ട്. ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം. ഫുഡ് കഴിക്കാതെ വന്നിരിക്കുന്നവരുണ്ട്. യൂസേഴ്സ് ഐഫോൺ ഒക്കെ ഫുഡ് കഴിക്കാതെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നോമ്പെടുത്തവരൊക്കെ നോമ്പൊക്കെ തുറന്നിട്ടായിരിക്കും ക്ലാസ്സിൽ വന്ന് കയറിയത്, അല്ലെ? ക്ലാസ്സിൽ കയറിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്താണ് ഒരുപാട് സമയം കളയുന്നില്ല. സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ശില്പ കഴിച്ചു അല്ലെ? വെരി ഗുഡ്. സാറ് എന്താണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ, എന്താണ് ഈ കോഴ്സിന്റെ പ്രാധാന്യം, ഇവിടെ ഉള്ള നമ്മുടെ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒരുപാട് സാർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനിയും വീണ്ടും അതിനെപ്പറ്റി ആവർത്തിക്കുന്നില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ടും തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത് അല്ലെ? അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ടും ഒരു ജോലി ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇന്നായിരിക്കുന്നത്, കൊച്ചു കേരളത്തിലായിരിക്കുന്നത്. അപ്പോ അതേ സമയത്ത് ഒരു ആർട്സ് കോഴ്സും BSc ഒക്കെ പഠിച്ച ആൾക്കാരുടെ അവസ്ഥ ഓർത്ത് നോക്കി. അപ്പം അവരൊക്കെ അതിലും സാധ്യതകൾ താഴെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു സയൻസ് കോഴ്സ്, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ മൈക്രോബയോളജി, അല്ലെങ്കിൽ ബോട്ടണി, ഡയറ്റീഷ്യൻ അടക്കമുള്ള ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ PSc തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതോ ഒരു പറ്റം സെലക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഒരു പരീക്ഷയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഒരു ഡയറക്റ്റ് എൻട്രി കൊടുക്കുകയും ചെയ്യുന്ന കേരള PScയുടെ സുവർണ അവസരങ്ങളിൽ ഒന്നാണ് ഫുഡ് സേഫ്റ്റി. കേരള PScയുടെ സുവർണ അവസരങ്ങളിൽ ഒന്നാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് എടുത്തു പറയാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. കാരണം ഇനി വരാനിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ ഗസറ്റഡ് പോസ്റ്റുകളായിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും, ഡിഗ്രി പ്രിലിമിനറി ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം മെയിൻസ് എക്സാം ഒക്കെ എഴുതി കാലങ്ങളോളം എടുത്തിട്ട് വേണം ഇനി അടുത്ത പോസ്റ്റുകളിലൊക്കെ കയറിയിരിക്കാൻ. പക്ഷേ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പരീക്ഷ കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. ഒരൊറ്റ പരീക്ഷ കൊണ്ട് നമ്മുടെ ഭാവി തിരുത്തി കുറിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 3-4 മാസം കൊടുക്കുന്ന എഫേർട്ട് കൊണ്ട് കഴിഞ്ഞ 20, 25, 26, 27, 28 അതിൽ കൂടുതൽ ഞാൻ പോകുന്നില്ല, ഇത്രയും വർഷക്കാലം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതിൽ, നമ്മൾ ഇവിടെ എടുത്ത എഫേർട്ടിന്, കൊടുത്ത കഷ്ടപ്പാടിന്, വാങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞ അപമാനങ്ങൾക്ക്, ഇൻസൾട്ടുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ അവസരം, ഒറ്റ പരീക്ഷ, ഒറ്റ റിസൾട്ട്. ഇതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയൊരു ഗുണം. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പല ജീവിത സാഹചര്യങ്ങളിൽ വന്നവരായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ PSc ടോക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് PSc ടോക്സ്. അപ്പൊ നമ്മുടെ രാവിലത്തെ 4:30 അതിരാവിലെ 4:30 മണിക്കുള്ള കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം ആണെങ്കിലും ഡിഗ്രി ലെവൽ പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിലും ഇവിടെ വരുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അവർ കുറെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്.
ഒരുപാട് ജീവിത പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ളവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളെ പോലും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോവുക. ഒരു കുടം കമിഴ്ത്തി വെച്ച് അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്ന ശൈലി ഒരിക്കലും PC ടോക്സ് സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും താഴെ നിൽക്കുന്ന, ഏറ്റവും പുറകിൽ നിൽക്കുന്ന സ്റ്റുഡന്റിനും മനസ്സിലാവുന്ന രീതിയിൽ അവനും നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്താൽ പിന്നീട് മുൻപിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു ധൈര്യം കൊടുക്കുന്ന രീതിയിലായിരിക്കും തുടർന്നും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. സോ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്, മൈൻഡ് ബ്ലാങ്ക് ആക്കി പോരുക. നമ്മുടെ കയ്യിലൊക്കെ കുറച്ചധികം നോളജുകൾ കാണും അല്ലെ? നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമ്മുടെ കൈകളിൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ കയ്യിൽ കാണും. അതെല്ലാം കുറച്ച് കാലത്തിന് എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മൈൻഡിനെ പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആക്കി പോരുക. ഇവിടെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി കണ്ടന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഫാക്കൽറ്റികളെ. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പകരം വെക്കാൻ കഴിയാത്ത ഫാക്കൽറ്റീസിന്. എല്ലായിടത്തും പഠിപ്പിക്കുന്നത് ടീച്ചർമാരാണ്, ഇവിടെ പഠിപ്പിക്കുന്ന സയന്റിസ്റ്റുകളാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. എല്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷന് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന, കോച്ചിങ് കൊടുക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിക്കുന്നത് അധ്യാപകരാണെങ്കിൽ PC ടോക്സ് പഠിപ്പിക്കുന്ന സയന്റിസ്റ്റുകളാണ്. അതും ഇന്ത്യ ഗവൺമെന്റിന്റെ ക്ലാസ് A ഗ്രൂപ്പിൽപ്പെട്ട സയന്റിസ്റ്റുകളുടെ മെന്റർഷിപ്പ്, അല്ലെങ്കിൽ അവര് മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ അവര് ബിൽഡ് ചെയ്ത കരിക്കുലം അനുസരിച്ചാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ റാങ്ക് ലിസ്റ്റിൽ കയറിയ കുട്ടികൾ ഗ്രാജുവേഷൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരാണ് ഇവിടെ നമുക്ക് കണ്ടന്റ് പറഞ്ഞു തരുന്നത്. അവര് പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം അത് നമ്മൾ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന, അല്ലാതെ അവർക്ക് ഏറ്റവും ടഫായിട്ട് പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തുകൊണ്ട് അവരങ്ങനെ ചെയ്യും. അപ്പൊ ഈ ഒരു മുൻപോട്ട് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ആയിട്ട് മുൻപോട്ട് പോകുമ്പോഴും നിങ്ങൾ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടി ഈ ഒരു ക്ലാസിന്റെ ബെനിഫിറ്റ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ളൊരു കൺസെപ്റ്റ്, എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചില നിയമങ്ങൾ, ഫുഡ് സേഫ്റ്റിയുടെ നിയമങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഫുഡ് സേഫ്റ്റി ലോ ഉണ്ട്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, CRPCയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതിന്റെ കാര്യം, നിങ്ങളൊരു ഓഫീസറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കേരളത്തില് അവിടെ ഭക്ഷ്യവിഷബാധ, ഇവിടെ ഭക്ഷ്യവിഷബാധ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുട്ടി അവശ നിലയില്, അല്ലെങ്കിൽ ഒരു കുട്ടി മരണപ്പെടുന്നു, രണ്ടുപേർക്ക് സീരിയസ് ആയിട്ടുള്ള ICUവിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇന്നലകളിലും ഒക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടാവും. ശരിയാണോ? കേട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സ് കാലിയായി കിടക്കുന്നു. കേട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെ കാണുകയോ കേൾക്കുകയോ ചെയ്തവരാണോ നിങ്ങൾ? അതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? കേരളത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താ സംഭവം? ഇവിടെ എന്താ ഇതിന് ഇമ്പോർട്ടൻസ് എന്താ? ഈ ഒരു സംഗതിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതി ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടൊരു സാധനം. അത് കഴിഞ്ഞോളൂ മറ്റെന്തും. ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഭക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എങ്ങനെ സർവൈവ് ചെയ്യും? ആ ഭക്ഷണത്തെ വിഷമാക്കി മാറ്റുന്നവർക്കെതിരെ പ്രവർത്തിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് ഓഫീസേഴ്സ് ആയിട്ടാണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവരെ, ഭക്ഷണം മലിനമാക്കുന്നവരെ കണ്ടെത്തി അവരെ നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള അധികാരമാണ് നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നത്. നിങ്ങൾ കുറച്ച് നിയമം പഠിക്കണ്ടേ? ആ അധികാരം നല്ല രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നിയമം പഠിക്കണ്ടേ? ആ നിയമങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യും. അതിനുശേഷം ഞാൻ ഈ സെഷൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സാറ് നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു അല്ലെ? ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ നിങ്ങൾക്ക് കാണാമോ? നിങ്ങൾക്ക് ഈ PDF കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്ത PDF നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 616/2021 കഴിഞ്ഞ 2021 നടന്ന ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം ഈ സിലബസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആ പരീക്ഷയിൽ ചോദിച്ചത്. ഫുഡ് ടെക്നോളജി 15 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതുപോലെ ഡയറി ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഡയറി ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെറ്റിനറി സയൻസിൽ നിന്നും 5 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളൂ. അതുപോലെ ന്യൂട്രീഷൻ ആൻഡ് ബയോ കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്കാണ് അവർ വെയിറ്റേജ് ഇട്ടിരിക്കുന്നത്. ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 15 മാർക്കിന്റെ വെയിറ്റേജ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഉടൻ തന്നെ ഈ സിലബസുകളൊക്കെ ഷെയർ ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തൊന്ന് നോക്കണം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഇനി മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട് 10 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. 10 മാർക്ക്. ഇനി അഗ്രികൾച്ചറൽ സയൻസിൽ നിന്നും 5 മാർക്കിന്റെ വെയിറ്റേജ്. 5 മാർക്കിന്റെ വെയിറ്റേജ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള വശം, ടെക്നിക്കൽ ആയിട്ടുള്ള മേഖലകൾ. ഓക്കെ, ഇത്രയുമാണ് ടെക്നിക്കൽ ആയിട്ടുള്ള മേഖലകൾ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ടെക്നിക്കൽ മേഖലകളെ കൃത്യമായിട്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2023-24 വർഷങ്ങളിലെ ടെക്നിക്കൽ എക്സാമുകൾ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കാണുന്ന ഒരു ട്രെൻഡ് ജനറൽ ടോപ്പിക് ഇല്ല എന്നുള്ളതാണ്. അവിടെ കാണുന്ന ഒരു ട്രെൻഡ് ജനറൽ ടോപ്പിക്സ് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയോ, ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷ കഴിഞ്ഞ് നോക്കിക്കോ, സയന്റിഫിക് അസിസ്റ്റന്റിന്റെ പരീക്ഷ കഴിഞ്ഞ് നോക്കിക്കോ, അവിടെയൊക്കെ കാണുന്ന ഒരു ട്രെൻഡ് എന്താ? ജനറൽ ടോപ്പിക് ഒഴിവാക്കിയിരിക്കുക. ഇംഗ്ലീഷ് ഇല്ല, മാത്സ് ഇല്ല, മറ്റ് ഭരണഘടന ഇല്ല, ഹിസ്റ്ററി ഇല്ല, ജനറൽ ടോപ്പിക് ഒക്കെ ഒഴിവാക്കിയ 100 മാർക്ക് എവിടെ തന്നെയാ? ഈ ടെക്നിക്കൽ ഭാഗത്ത് തന്നെയാ. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ കൺഫർമേഷന്റെ ഒക്കെ സമയത്ത് ഒരുപക്ഷെ ഈ സിലബസ് പൂർണ്ണമായും പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് അലീഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തിന് 15 മാർക്കിന്റെ വെയിറ്റേജിന് പകരം ചിലപ്പോൾ 20 മാർക്ക് ആയേക്കാം. ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് അലീഡ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ഭാഗത്തിന് 15 മാർക്കിന് പകരം ചിലപ്പോൾ 20 മാർക്ക് ആയേക്കാം. ഈ ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്തിന് 15 മാർക്കിന്റെ വെയിറ്റേജ് അല്ലാതെ 20ഓ 25ലേക്കോ പോയേക്കാം. ഇങ്ങനെ ഒരു സാധ്യതയാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. ഡയറി ടെക്നോളജി ചിലപ്പോൾ 5ൽ നിന്ന് 7ലേക്കോ 8ലേക്കോ പോയേക്കാം. ഡയറി ടെക്നോളജി ചിലപ്പോൾ 10 വരെ ആയേക്കാം. അതിനും സാധ്യതകളുണ്ട്. അപ്പോ ജനറൽ ടോപ്പിക്കുകളെ PSC പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അതായത് ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് അങ്ങനെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്യാൻ, കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു നയമാണ് നിലവിൽ PSC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു ഫാക്കൽറ്റി പൂള് സൃഷ്ടിച്ചതും ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തതും. ടെക്നിക്കൽ നോളജിനെ അല്ലെങ്കിൽ ടെക്നിക്കൽ കണ്ടന്റിനെ ഏറ്റവും കൂടുതൽ തറവ് ആക്കുകയും ആ മേഖലയിൽ നിന്നും പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ബാക്കി ഭാഗം ആർക്കും ചെയ്യാൻ പറ്റും അല്ലെ? ജനറൽ ടോപ്പിക്കുകളൊക്കെ ഇംഗ്ലീഷ്, മാത്സ്, പൊളിറ്റി, ഹിസ്റ്ററി സാധാരണ ഒരു PSC കോച്ചിങ്ങിന് പോകുന്ന ആർക്കും പഠിക്കാൻ പറ്റും, ആർക്കും ഡീൽ ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ പോസ്റ്റുകൾ എല്ലാവർക്കും പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത, അതാണ് PSC ടോക്സിന്റെ പ്രത്യേകത. ഇത്രയും ആധികാരികമായി ഒതന്റിക് ആയിട്ട് ടെക്നിക്കൽ കണ്ടന്റുകൾ എടുത്തു തരാൻ നിങ്ങൾക്ക് മറ്റൊരു റിസോഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പരാജയപ്പെടാനാണ് നിങ്ങളുടെ വിധി, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ സാഹചര്യം. ഞാനത് ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞല്ല, നമ്മുടെ ഈ പ്രൊസീജിയറിൽ തന്നെ നമുക്കുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് പറഞ്ഞാണ് കേട്ടോ. സോ ഞാൻ എൻ്റെ മേഖലയിലേക്ക് കൂടി ഒന്ന് വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് അലീഡ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഫുഡ് സേഫ്റ്റി ആൻഡ് അലീഡ് ലോസ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. 15 മാർക്കാണ് നിലവിൽ അതിന് PSC കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിലബസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഈ 15ൽ 5 ചോദ്യങ്ങൾ ചോദിക്കുക. 15 5 ചോദ്യങ്ങൾ ചോദിക്കുക.
ഓക്കെ, അതായത് നമുക്കതിനകത്ത് FSSAIയെ പറ്റി പഠിക്കാനുണ്ട്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനെ പറ്റി പഠിക്കാനുണ്ട്, അതുപോലെ ചില അവരുടെ ഓർഗനൈസേഷണൽ സെറ്റപ്പിലെ അംഗങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കാനുണ്ട്, പ്രധാനമായിട്ടും ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്. എന്താണ് ഫുഡ്? ഈ നിയമം അനുസരിച്ച് എന്താണ് ഫുഡ്? എന്താണ് ഫുഡിനപ്പുറത്ത് എന്താണ് നാച്ചുറൽ ഫുഡ്, എന്താണ് പ്രൈമറി ഫുഡ്, എന്താണ് ഒരു കൺസ്യൂമർ എന്നൊക്കെ പറഞ്ഞ് എന്താണ് എന്ന് ഈ നിയമത്തിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. PSC അങ്ങനെ തന്നെ ചോദിക്കും. അക്കോർഡിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006, വാട്ട് ഈസ് ആക്ച്വലി മീൻ ബൈ എ കൺസ്യൂമർ, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് PSC ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആക്ട് ആണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് CRPC ആണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയും. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC. ഈ ഒരു മേഖലയിൽ നിന്നും രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്ന CRPCയിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എത്രയായി? 10ആയി. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അലീഡ് ലോസിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു രീതിയിലായിരിക്കും തുടർന്ന് നമ്മുടെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ആക്ട് പഠിക്കുന്നു, പിന്നെ നമ്മൾ CRPCയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കുന്നു, പിന്നെ നമ്മൾ എവിഡൻസ് ആക്ട് പഠിക്കുന്നു. ഈ ഒരു 3 സ്ട്രാറ്റ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോവുക. അതിനനുസരിച്ചുള്ള നോട്ടുകളും കണ്ടന്റുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വരുന്ന ക്ലാസ്സുകളിൽ ഈ മേഖലയിൽ നിന്നും ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ അല്ലെ? ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഈ സിലബസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് നമ്മൾ ഇത് ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഇത്രയും സിലബസിൽ അത്യാവശ്യം കുറച്ച് മാനുഷിക പരിഗണന, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് രസകരമായിട്ടൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, കുറച്ച് കൂളായിട്ടൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതാണ് കേട്ടോ, ഫുഡ് സേഫ്റ്റി ആൻഡ് അലീഡ് ലോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഈ മേഖലയിൽ നിന്നും മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കണം. ആ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നിലവിൽ നമ്മൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സുബിൽ സാർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. സുബിൽ സാർ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യും. അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിലും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഞാൻ സുബിൽ സാറിനെ ഒന്ന് ഹോസ്റ്റ് ആക്കിക്കോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാവർക്കും സൗണ്ട് കേൾക്കാന്ന് വിചാരിക്കും. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നിങ്ങളെ ഒരു ചെറിയ സെഷൻ ആയിരുന്നു അല്ലെ, ഒരു 1 hour മാത്രം നമ്മൾ എടുത്തുള്ളൂ. ആദ്യം എന്റെ കാര്യങ്ങൾ കേട്ടു, അഷിത് സാറിന്റെ കാര്യം കേട്ടു. അഷിത് സാർ പ്രത്യേകം നന്ദി പറയാണ്. അദ്ദേഹം ഒരു ക്ലാസ് കഴിഞ്ഞ് ഓടി വന്നാണ്. ലീഡേഴ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു വളരെ ബിസി ആയിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞു കുറച്ച് സമയങ്ങളിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. മറ്റൊന്നല്ല, നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ സ്റ്റാഫായിട്ട് ബന്ധപ്പെടുക, ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. ഈ കാര്യങ്ങളൊക്കെ മൺഡേ ടു ഫ്രൈഡേ ഒരു ചിൽ പഠനം നമുക്ക് നടത്താം. സാറ്റർഡേ അതുകൊണ്ടാണ് എന്തുണ്ട്, ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എഴുതി ഒരു 5-6 മാസം കൊണ്ട് സ്ട്രോങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജോലിയും, ഏത് സർക്കാർ ജോലിയും നമ്മുടെ കൂടെ വരും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നേടിയെടുത്തവരാണ് ഇത് പറയുന്നത്. നേടിയെടുത്ത എന്നെ പോലെ ആളുകൾ, അഷിൽ സാറിനെ പോലെ ആളുകൾ, പ്രശാന്ത് സാറിനെ പോലെ ആളുകൾ, ലീഡേഴ്സിന്റെ സിവിൽ സർവീസ് നേടിയെടുത്തവർ ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, then bye bye, thank you, see you tomorrow. Okay, good night.